ഇങ്ങനത്തെ കളേഴ്സ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ സബ്യസാച്ചി സാരീസ് എന്ന് പറയുമ്പോൾ റെഡ് ആൻഡ് വൈറ്റ് ആണ് കൂടുതൽ വരുന്നത്. റെഡ് ആണ് അവരുടെ സംഭവം. ഇത് സബ്യസാച്ചി വീവേഴ്സ് തന്നെ ഞാൻ തന്നെ പോയി കളക്ട് ചെയ്തിട്ടുള്ള സാരിയാണ്. ഒത്തിരി വൈറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന സാരി. ഇനിയിപ്പം ഇതായിരിക്കും അല്ലേ? ഇതാണ് നമ്മുടെ ഇവിടെ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. ബ്ലൗസ് ഒക്കെ ചെയ്യില്ലേ? അതെ അതെ അതെ. നമുക്ക് 24 hours ബ്ലൗസ് സ്റ്റിച്ചിങ് ഉണ്ട്. പക്ഷെ അത്രയും തിരക്ക് വന്നു കഴിഞ്ഞാൽ 48 hours പുഷ് ചെയ്യും. ഇത് ടിഷ്യൂ സിൽക്കിൽ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി വരുന്ന പാറ്റേൺ ആണ്. ഇത് നമ്മുടെ ഈ നയൻതാരയുടെ ഒക്കെ വെഡിങ്ങിനും അതുപോലെ തന്നെ ഇവന്റ്സിനൊക്കെ ഇടുന്ന നയൻതാര വെഡിങ്ങിന് ചൂസ് ചെയ്യുന്നത്. അതെ അതെ. ടിഷ്യൂ ഭയങ്കര നല്ല ഗ്രാൻഡ് ആണ്. അന്ന് അത്രയും വിലയുമില്ല. നോൺ ജോർജറ്റ് ആണ് ആക്ച്വലി. ഡിസൈനർ വെയർ ആണ്. സംഗീത് ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരീസ് ആണ്. ഹലോ, നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്നറിയോ? നമ്മൾ യൂണീക്ക് ആയിട്ടുള്ള സാരീസ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോരോ ഫംഗ്ഷൻ വരുന്നു, പാർട്ടി, കല്യാണം, അങ്ങനെ ഓരോരോ ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവരും യൂണീക്കായിട്ട് സാരി സ്റ്റൈലിങ് ചെയ്യാനായിട്ടൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കളക്ഷൻ ആണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എല്ലാം യൂണീക്കായിട്ട് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ളതാണ്. ലൊക്കേഷൻ ഞാൻ പറയാം കേട്ടോ. കാരണം ഓരോ സാരീസ് ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഓരോ സ്റ്റോറീസും പറയാനായിട്ടുണ്ടാകും. ഓരോ സ്ഥലത്തുനിന്നും ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഷോപ്പിൻ്റെ പേര് വരുന്നത് ജോർജ് ആൻഡ് എൽസ എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത്. എൽസയാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സാരീസിൻ്റെയും ഓരോ സ്റ്റോറീസും അതിൻ്റെ എക്സ്പ്ലനേഷനും എല്ലാം ഇന്ന് എൽസ പറയും കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ എൻ്റെ അടുത്ത് ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാ കളക്ഷനും എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം സെലക്റ്റീവ് ആയിട്ടുള്ളത്. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം. വീഡിയോ മിസ് ചെയ്യരുത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്നറിയോ? കൊച്ചിയിലാണ്. കൊച്ചിയിൽ EMC ഹോസ്പിറ്റലിലെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ ബാക്കി എക്സ്പ്ലനേഷൻ എല്ലാം ഞാൻ എല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ പറയാം. നമുക്ക് ആദ്യം കളക്ഷൻ കാണാം. ഞാൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ജോർജ് ആൻഡ് എൽസ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് നിൽക്കുന്നത്. എൽസയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ പേരിൻ്റെ ബിഹൈൻഡ് എന്താടാ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് ആൻഡ് എൽസ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫാദർ ഒരു ആർട്ട് ഡീലർ ആയിരുന്നു. എൻ്റെ ഫാദറിന്റെ പേരാണ് ജോർജ് എന്ന് ഇട്ടേക്കുന്നത്. സോ ഹി യൂസ് ടു കളക്ട് ഈ ആർട്ടിഫാക്ട്സും ആന്റിക്സ് ഒക്കെ ആയിട്ട് പല വിവിധ തരം സ്റ്റേറ്റിൽ ഓഫ് ഇന്ത്യ ഹി യൂസ് ടു കളക്ട് ആൻഡ് ദെൻ പ്രിസർവ് ഇറ്റ് ആൻഡ് ഹി ഹാസ് ബിൽറ്റ് എ മ്യൂസിയം ഓൾസോ ഔട്ട് ഓഫ് ഇറ്റ്. അതാണ് ഈ ഒരു ഇന്റീരിയർ ഇങ്ങനെ ട്രഡീഷണൽ ആംബിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ആർട്ട് ഡീലേഴ്സ് ആണ് പണ്ടേ തൊട്ട്. അപ്പം എനിക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറിന് എന്തായാലും ഒരു എലമെന്റ് ഓഫ് ഫാദർ ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ആംബിയൻസ്. അതുപോലെ തന്നെ എനിക്കും ആക്ച്വലി ഹെറിറ്റേജ് വീവ്സ് എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ് പല വിവിധ സ്റ്റേറ്റിൽ പോയിട്ട് അവിടെ വരുന്ന സിൽക്ക് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സാരീസ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുക. സാരീസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പല ടൈപ്പ് ഓഫ് യുണീക് വെറൈറ്റീസ് ആണ് നമുക്കുള്ളത്. നമ്മുടെ ഷോപ്പിൽ സാരി മാത്രമാണുള്ളത് കേട്ടോ. എടാ ക്ലിയർ ആയിട്ട് ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറയാമോ? ലൊക്കേഷൻ വരുന്നത് നമുക്ക് EMC എറണാകുളം മെഡിക്കൽ സെന്റർ ഉണ്ടല്ലോ, പാലാരിവട്ടം, ജസ്റ്റ് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോർ ആയിട്ടാണ് വ്യൂ ആണ് കേട്ടോ. ആംബിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു ട്രഡീഷണൽ ടച്ച് ആട്ടോ. ഞാൻ എല്ലാം കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് സാരി കാണാം. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ സാരി ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ എൻ്റെ സാരി എനിക്ക് സ്റ്റൈലിംഗ് ചെയ്തെന്ന എൽസയാണ് കേട്ടോ. ഇത് എന്ത് ടൈപ്പാണ് സാരി? ഇത് ബേസിക്കലി ഓർഗാൻസ സിൽക്കിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സാരിയാണ്. നോർമൽ ഓർഗാൻസ ആണെങ്കിൽ നമ്മൾ ഒട്ടും ഒതുങ്ങി നിൽക്കില്ല. ഇതെന്ന് പറയുകയാണെങ്കിൽ ഓർഗാൻസ സിൽക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ വണ്ണുള്ളവർക്കൊക്കെ പറ്റുന്ന സാരി. ചിലർക്ക് വണ്ണുള്ളവർക്ക് ഓർഗാൻസ പറ്റില്ല. സോ ഇതെന്ന് പറയുകയാണെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഓംബ്രേ ഷെയ്ഡിൽ ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ്. നല്ല പാർട്ടിക്കൊക്കെ പറ്റുന്ന നല്ല വെറൈറ്റി സാരിയാണ്. ഞാൻ പറഞ്ഞില്ലേ യൂണീക്ക് ആയിട്ടുള്ളതാണ്. നിങ്ങൾ സ്റ്റൈലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ ഈ കളക്ഷൻ എല്ലാം നിങ്ങൾ കാണണം. ഇതിന്റെ തന്നെയാണോ കിടക്കുന്നതും? അത് അതെ അതെ, ഇതിന്റെ തന്നെ ഒരു വെറൈറ്റി പീസാണ് ആക്ച്വലി വരുന്നത്. ഇത് ഓറഞ്ചും യെല്ലോയും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ സാരിയാണ്. ആക്ച്വലി നമുക്ക് കളർ കസ്റ്റമൈസ്ഡും ആണ്. നമ്മുടെ സാരീസ് മൊത്തം വരുന്നത് കളർ കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആക്ച്വലി പാർട്ടി വെയറിന് ഉദ്ദേശിക്കുന്ന സാരീസ് ആണ്. കൂടുതൽ വരുന്ന നമുക്ക് ഫാബ്രിക്സ് വരുമ്പോഴത്തേക്കും കാൻഡി ക്രഷ് എന്ന് പറഞ്ഞ ഫാബ്രിക് ഉണ്ട്, ഓർഗാൻസ സിൽക്ക് ഉണ്ട്, അതുപോലെ തന്നെ ജോർജറ്റിലെ സീക്വൻസ് ഉണ്ട്. ഡിഫറെന്റ് ആയിട്ട് നമ്മളൊരു ക്രൗഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കാൻ പറ്റുന്ന സാരീസ് ആണ് ഇതൊക്കെ. എല്ലാം ഇങ്ങനെ കുറെ യൂണിഫോം പോലെ അങ്ങനെ ഇല്ല. ഇല്ല, നമ്മൾ കമേഴ്ഷ്യലി സോഴ്സ് ചെയ്യുന്നതല്ല. എല്ലാം ഹാൻഡ് പിക്ക് ചെയ്ത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന കളേഴ്സും. ഇത് ആക്ച്വലി കാൻഡി ക്രഷ് എന്ന് പറഞ്ഞ ഫാബ്രിക് ആണ്. കാൻഡി ക്രഷിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന സാരീസ് ആണ്. ആക്ച്വലി ഇതൊരു നൈസ് ഡ്യുവൽ ഷെയ്ഡ് ആണ്. പിങ്കും അതുപോലെ ഒരു നല്ല രസമായിരിക്കും. സംഗീതത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന് പ്രൈസ് റേഞ്ചിനൊന്നും അധികം വരുന്നില്ല. നമുക്ക് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെയാ വരിക? നമുക്ക് 2000 ആണ്. 2000 തൊട്ട് എബവ് ആയിട്ടുള്ള സാരീസ് ആണ്. വളരെ യുണീക്ക് ആയ കാരണം തന്നെ നല്ല എഫേർട്ട് ഉണ്ട് സാരീസ് എടുക്കാൻ തന്നെ.
അത് കാരണം അങ്ങനെയാണ് നമ്മൾ ഒരു 1000 ബിലോ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല, 2000 എബവ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് 2000 ആണ്. അത് മുതൽ ഏത് റേഞ്ചോ അല്ലേ? ഹൈ റേഞ്ച് 30,000 വരെ നമുക്കുണ്ട്. ഓക്കെ. പിന്നെ എനിക്ക് റെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് മുന്നേ ഇത് നല്ല രസമുണ്ട്, സൂപ്പർ. ഇത് ശരിക്കുള്ള ബനാറസി ആണ്. ബനാറസില് ജോർജറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കുള്ള സിൽവർ മിക്സ്ഡ് സാരിയാണ്. ഇത് മന്ത്രകോടിക്കും അതുപോലെ എന്ത് പാർട്ടീസിലൊക്കെ ആയിട്ടായിരിക്കും അമ്മമാർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എങ്ങനെ എൽസയാണോ പോയി പർച്ചേസ് ചെയ്യുക? അത് ഞാൻ തന്നെ ഹാൻഡ് പിക്ക് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡന്റ് ആയിട്ടും പറയുന്നത്. ഇതൊക്കെ ഹാൻഡ് പിക്ക് ചെയ്തേക്കുന്നതാണ്, ചിലതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നേരത്തെ കണ്ട ക്യാൻഡി ക്രഷ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന, അതെ അതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ സാരീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജോർജറ്റ് ആണ്. ഇത് പ്രീമിയം റേഞ്ചിൽ വരുന്ന സാരീസ് ആണ്. നമുക്ക് ജോർജറ്റിൽ ഡ്യുവൽ ഷെയ്ഡ് വരുന്നതാണ്. ബനാറസി ആണ്, പ്യോർ ബനാറസി ആണ്, സെമി ബനാറസി അല്ല. അതെ അതെ, മോസ്റ്റ്ലി പ്യോർ ആണ്. പക്ഷെ സെമി ഉണ്ട്, പക്ഷെ സെമിയുടെ ഫീലിംഗ്, ഒരു പ്യോർ എന്നുള്ള ഫീലിംഗ് കൂടി സെമിയിലുള്ള. എല്ലാവരും ഇപ്പൊ പ്യോർ ആയിട്ടുള്ളതും അങ്ങനെയാണല്ലോ പ്രിഫർ ചെയ്യുന്നത്. അതെ അതെ അതെ, റേഞ്ച് ആണെങ്കിലും ഇഷ്യൂ ഇല്ലല്ലോ. അതെ 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 അതെ, നമുക്ക് സാരിയാണ് മെയിൻ, എങ്ങനെ സ്റ്റൈലിംഗ് ചെയ്യാന്നുള്ളത്. എങ്ങനെ ഇത് ആക്ച്വലി ഒരു ബ്രൈഡൽ സാരി ആയിട്ട് ഉപയോഗിക്കാനും കൂടി പറ്റും. ഇത് ആക്ച്വലി ബനാറസി തന്നെയാണ്. ആക്ച്വലി ബനാറസി എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ നെവർ ഔട്ട് ഓഫ് ട്രെൻഡ്, എപ്പോഴും ഇന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ഉള്ള സാരിയാണ്. ഇങ്ങനത്തെ കളേഴ്സ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ സബ്യസാച്ചി സാരീസ് എന്ന് പറയുമ്പോൾ റെഡ് ആൻഡ് വൈറ്റ് ആണ് കൂടുതൽ വരുന്നത്. റെഡ് ആണ് അവരുടെ സംഭവം. ഇത് സബ്യസാച്ചി വീവേഴ്സ് തന്നെ ഞാൻ തന്നെ പോയി കളക്ട് ചെയ്തിട്ടുള്ള സാരിയാണ്. സബ്യസാച്ചി എല്ലാ സാരി ലവേഴ്സിനും ഇഷ്ടപ്പെടുന്ന, എല്ലാ ബോളിവുഡ് സെലിബ്രിറ്റീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. അതൊരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ 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 അതെ. കുറെ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മൈസൂർ സിൽക്കിൽ ബനാറസി ചെയ്തെടുത്തേക്കുന്ന സാരിയാണ്. യൂഷ്വലി മൈസൂർ സിൽക്ക് എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ വീവിംഗ് ആയിരിക്കും. ഇത് മൈസൂർ സിൽക്ക് മെറ്റീരിയലില് നമ്മൾ ബനാറസി വീവിംഗ് ചെയ്തെടുത്തേക്കുന്ന പറ്റും. പിന്നെ അതുപോലെ അത് തന്നെയല്ല, ഈ മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചിട്ട് പല ഷെയ്ഡ്സിലും കളേഴ്സിലും ഇവിടെ അവൈലബിൾ ആണ്. ഇതെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു മന്ത്രകോടി, അതുപോലെ അമ്മമാരുണ്ടാവുമല്ലോ കല്യാണത്തിന്, അവർക്കൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ്. കാരണം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. അതാണ് ഈ ടൈപ്പ് അല്ലേ? അതെ, ഇതെല്ലാം ഒരു ബനാറസി വീവിംഗിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. മന്ത്രകോടിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, മന്ത്രകോടി മദർ ഓഫ് ദ ബ്രൈഡ് അവർക്കൊക്കെ പറ്റുന്ന ഒരു സാരിയാണ്. പിന്നെ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ സാരിയും ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് ചോദിക്കുക, എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഓരോ സാരി ഓരോ കോൺസെപ്റ്റ് ആണല്ലോ, അപ്പോൾ എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. നമുക്ക് നടന്ന് നമുക്ക് അവിടെ പല്ലു ഇതെല്ലാം കാണാം. സോ ഇത് നമ്മളുടെ സ്പെഷ്യാലിറ്റി സാരിയാണ്, എസ്പെഷ്യലി ക്രിസ്മസിനൊക്കെ ഒത്തിരി പോകുന്ന സാരിയാണ്. ഇത് മൊഡാലിൽ വരുന്നതാണ്. ആൻഡ് ഓൾസോ സ്കാലപ്ഡ് ആണ് ഇതിന്റെ എഡ്ജസ് ഒക്കെ കാണുകയാണെങ്കിൽ. ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് നല്ല രീതിയിൽ എലഗന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സാരിയാണ്. ഒത്തിരി വൈറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന സാരി. ഇനിയിപ്പം ഇതായിരിക്കും അല്ലേ? അതെ 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 അതെ. പിന്നെ നമ്മുടെ ഇവിടെ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. ബ്ലൗസ് ഒക്കെ ചെയ്യില്ലേ? അതെ അതെ അതെ, നമുക്ക് 24 hours ബ്ലൗസ് സ്റ്റിച്ചിങ് ഉണ്ട്. പക്ഷെ അത്രയും തിരക്ക് വന്നു കഴിഞ്ഞാൽ 48 hours പുഷ് ചെയ്യും. കാരണം കുറെ പേര് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ എല്ലാവരും കുറെ ഓടുന്നതാണ്, നമുക്കറിയാം. അപ്പോൾ ഇവിടെ 24 hours ആണ്. പിന്നെ ബ്ലൗസിന്റെ ഒരു വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, എന്നാലും ഒരു 48 hours ഒക്കെ സ്റ്റിച്ച് ചെയ്ത് തരും. പിന്നെ അതുപോലെ തന്നെ ഒരു വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പിന്നെ ഓരോന്നൊക്കെ വരും. അതെ അതെ, നമുക്ക് ഹാൻഡ് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടൈം കൊടുക്കും. പക്ഷെ നമുക്ക് നോർമൽ ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് 24 hours സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ ഇവിടുത്തെ ബ്ലൗസസ് ഒക്കെയാണ്. നമുക്ക് എടുക്കില്ല. ഇല്ല, നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന് മാത്രമേ ഉള്ളൂ. ഇതൊരു വെറൈറ്റി സാരിയാണ് നമുക്ക് ആക്ച്വലി വരുന്നത്. ഇത് ടിഷ്യൂ സിൽക്കിൽ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി വരുന്ന പാറ്റേൺ ആണ്. ടിഷ്യൂ സിൽക്കിൽ ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ യൂഷ്വൽ ടിഷ്യൂ സിൽക്ക് നിങ്ങൾക്ക് എല്ലാവരും അറിയണ്ടോ, ഭയങ്കര സ്റ്റിഫാണ്. ഇത് ഭയങ്കര ഫ്ലോയി ഫാബ്രിക് ആണ്. അതുപോലെ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് ട്രീറ്റഡ് ടിഷ്യൂല് മൊഡാലിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് അതന്നെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ബ്ലൗസ് പീസ് ആണ്. ഇത് ആക്ച്വലി നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ സിഗ്നേച്ചർ ഐറ്റം ആണത് ശരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും കസ്റ്റം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാലോ. അതെ, നമുക്ക് ആ ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഓൾറെഡി യുണീക്ക് ആയിട്ടാണ് വരുന്നത്. ഹാൻഡ് ബേക്ഡ് ആയിട്ടുള്ള കളക്ഷൻ ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് ഞാൻ കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. പിന്നെ അതിന് മുന്നേ ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിൽ തന്നെ വന്നിട്ട് പർച്ചേസ് ഇല്ല, നമുക്ക് ഓൺലൈൻ വഴി ആയാലും നമുക്ക് ചെയ്യാം. അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതി. നമുക്കൊരു ആളാണെങ്കിൽ അവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള കളക്ഷൻസ്. NRIs ഒക്കെയാണ്, NRIs US-ൽ UK-ലൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അവരൊക്കെ ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ ഓൺലൈൻ വന്ന് നമുക്ക് വീഡിയോ കോൾ മുഖേന എല്ലാം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കോൾ ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. വീഡിയോ കോൾ ത്രൂ ടൈലറും ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ അതെ, മെഷർ ചെയ്ത്
ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് മെഷർമെന്റ് ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ മെഷർമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതെന്ത് ടൈപ്പാ? ഇത് ആക്ച്വലി പ്യോർ ടസറിൽ വരുന്നതാണ്. മദേഴ്സിനൊക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പ്യോർ ടസർ എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പക്ഷേ ഇന്നിപ്പോ ഇവിടെ ഞാൻ വെച്ചേക്കുന്ന സാരീസ് നമ്മളിപ്പോ വെച്ചേക്കുന്നത് ഈ ടസറിന് തന്നെ ലുക്ക് ലൈക്ക് തന്നെ സെമി ടസറിലാണ് അധികം റേറ്റ് കൊടുക്കാത്ത സാരീസ് ആണ്. ചിലർക്ക് ഇപ്പൊ കോവിഡ് ഒക്കെ ശേഷം ചിലർക്കൊക്കെ സ്പെൻഡിങ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ ലുക്ക് ലൈക്ക് പ്യോർ ടസറിന്റെ പോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാരീസ് ആണ് ഇതൊക്കെ. ഓഫ് വൈറ്റ് കളക്ഷൻ ഒത്തിരി ഉണ്ട് കേട്ടോ, ബിക്കോസ് ഐ ലവ് ഓഫ് വൈറ്റ്. അത് കാരണം അങ്ങനെ ഇതിന്റെ വിവിധ ടൈപ്പ് കോമ്പിനേഷൻസിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്യോർ ടസറിൽ വേറെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത പീസസ് ഒക്കെ ഒത്തിരി ഉണ്ട്. ഇതും പ്യോർ ആണ്. എല്ലാം വിത്ത് ബ്ലൗസ് അല്ലേ? വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. മോസ്റ്റ്ലി വിത്ത് ബ്ലൗസ് ആണ് ആക്ച്വലി വരുന്നത്. ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. പ്രിന്റും അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി വരുന്ന പാറ്റേൺസ്. അതുപോലെ ഇതൊക്കെ സെമി ടസറിൽ വരുന്നതാണ് കേട്ടോ. മദേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. സീ ദിസ് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഹാൻഡ് വർക്ക് ആണ് ചെയ്യുന്നത്. ഇതൊക്കെ നല്ല എന്താ പറയാ പാർട്ടിക്കും എടുക്കാൻ പറ്റും. ഇപ്പൊ ലുക്ക് ലൈക്ക് തന്നെയാണ് ശരിക്കും ടസറിന്റെ തന്നെ. നല്ല രസമുണ്ട്. ഇതും ക്രിസ്മസ് തീമിനൊക്കെ. അതെ അതെ, ഇത് ലിനനിലും പ്യോർ ടസറിലും വരുന്നതാണ്. ഇത് ഹാൻഡ് വർക്ക് ആണ്, കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് ആണ്. ഇതൊരു ഒരു മാസം എടുക്കും 4 എണ്ണം ഇതുപോലെ തന്നെ. ഇത് കാന്താ വർക്ക് ആണ്. അപ്പൊ ഇതിനി വേറെ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. നമുക്ക് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കമേഴ്ഷ്യലി സോഴ്സ് ചെയ്ത് വെക്കാത്ത കാരണം ഒരു 2 to 3 പീസസ് ആണ് മാക്സിമം നമുക്ക് വരുന്നുള്ളൂ. ഇതിന്റെ ഒക്കെ എന്താണെന്നറിയോ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ വാങ്ങിക്കോണം കേട്ടോ, ഇല്ലെങ്കിൽ കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ടസറിൽ തന്നെയുള്ള വിവിധ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ആണ് ഇതൊക്കെ. കളർ അട്രാക്റ്റീവ് കളേഴ്സിലൊക്കെ ആയിട്ട് നമുക്ക് ഇതിന്റെ പല്ലു ഹാൻഡ് വർക്ക് ചെയ്തിട്ടാണോ? ഇതൊക്കെ അതെ അതെ. നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ടസറിലൊക്കെ ആയിട്ടേ. നമുക്ക് ഒത്തിരി ക്ലയൻസ് ഒക്കെ കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്ന ടസർ ആണ് കൂടുതലാണ്. ഒരു 40+ ഒക്കെ ആയിട്ട് ടസർ ആണ് ചോദിച്ചു വരാം. അപ്പൊ അവർക്കൊക്കെ പറ്റിയ ഓപ്ഷൻസ് ആണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഒരു പാരറ്റ് കളറില് സ്കാലപ്ഡ് ബോർഡർ ആയിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കൊള്ളാം. ഇത് കണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാവേ. ഇപ്പൊ നമ്മൾ ടസർ അല്ലേ നോക്കിയേ, നമ്മൾ ഇനി ടിഷ്യൂലേക്ക് പോവാണ്. നമ്മൾ ടിഷ്യൂ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനം. ഇത് എടുത്തോണ്ട് പോവാം. അതെ അതെ, എല്ലാവരും ചോദിക്കുന്നല്ലേ. അതെ, ടിഷ്യൂ ആക്ച്വലി ഭയങ്കര പോപ്പുലർ ആണ് ഇപ്പം. ആക്ച്വലി ബോളിവുഡ് സെലിബ്രിറ്റീസ് ഒക്കെ ഒത്തിരി പോപ്പുലർ ആക്കിയിട്ടുണ്ട്. നമ്മളിത് ടിഷ്യൂല് ആക്ച്വലി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ആൻഡ് ഓൾസോ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. എൻ്റെ എല്ലാ സാരീസും ആക്ച്വലി ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നത് നമുക്ക് ഹെവി ആണെന്ന് തോന്നും, പക്ഷെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല കളർ കേട്ടോ. ഈ ഒരു ലാവൻഡർ കളർ ഇൻട്രിക്കേറ്റ് ബീഡ് വർക്ക് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഏത് പ്രായ ആൾക്കാർക്കും പറ്റുന്ന ഒരു സാരിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ക്രഷ്ഡ് ടിഷ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുപോലെ ക്രഷ്ഡ് ടിഷ്യൂല് ഇതിന്റെ വേറെയാണ് ആ കോർണറിൽ ഇരിക്കുന്നത്. അതെ 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 പ്രീമിയം. അതെ അതെ അതെ, ഞാൻ ലാസ്റ്റ് കാണിക്കാം. അതെ അതെ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഒരു വേറൊരു ടൈപ്പാണ്. അതെ, അതായത് സ്കാലപ്ഡ് എഡ്ജസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. നമുക്ക് കണ്ടോ, നല്ല കളേഴ്സ്, നല്ല കളറാ, എല്ലാവർക്കും സ്യൂട്ട് ആവും തോന്നുന്നു. നല്ല കളർ. ആൻഡ് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ ഭയങ്കര ലൈറ്റ് വെയിറ്റാ. ഒന്നും അറിയില്ല നമ്മള്. ഇത് നമ്മള് ഈ ടിഷ്യൂല് തന്നെ ഫുൾ ചിക്കൻ കാരി വർക്ക് ത്രൂ ഔട്ട് വരുന്നതാണ്. ഒരു സട്ടിൽ ഷെയ്ഡ് ഓഫ് ഗോൾഡിൽ വരുന്നതാണ്. ചർച്ചിലും നമുക്ക് എല്ലായിടത്തും പറ്റുന്ന ഒരു സാരി. എസ്പെഷ്യലി ചിലവർക്കൊക്കെ ഓണത്തിന് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിലും ഇത് ഇടാൻ പറ്റും. ഫുൾ രസമുണ്ട്. ചെറിയ ചെറിയ പൊടി സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ നയൻതാരയുടെ ഒക്കെ വെഡിങ്ങിനും അതുപോലെ തന്നെ ഇവന്റ്സിനൊക്കെ ഇടുന്ന നയൻതാരയൊക്കെ ചൂസ് ചെയ്യുന്നത്. അതെ അതെ, ടിഷ്യൂ ഭയങ്കര നല്ല ഗ്രാൻഡ് ആണ്. അന്ന് അത്രയും വാല്യൂ ഇല്ല. ഇത് നല്ല ഇതിന്റെ ബ്ലൗസ് പീസ് ഒക്കെ ഒരു യുണീക്ക് സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാം അല്ലേ? വർക്കും ചെയ്യാം. ടിഷ്യൂവിന്റെ ഒരു ഭംഗി എന്ന് പറയുകയാണെങ്കിൽ അധികം വർക്ക് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. ഇത് നല്ല മിനിമൽ ആയിരിക്കണം. അതെ, ഇതിന്റെ തന്നെ വേറൊരു കളർ. ഇതിന്റെ തന്നെ ഒത്തിരി കളേഴ്സ് ഉണ്ട് ലുക്ക് ലൈക്ക് തന്നെ. പിന്നെ ഇതിനകത്ത് ടിഷ്യൂല് ഈ പറഞ്ഞ പോലെ തന്നെ വർക്ക് ചെയ്ത് വരുന്ന ടിഷ്യൂ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഒത്തിരി പോകുന്ന സാരീസ് ആണ്. ഭയങ്കര യുണീക്ക് ആണ്. എല്ലാം ഹാൻഡ് എംബ്രോയിഡറി ആണ്. പല്ലു ഫുൾ പ്ലെയിൻ ആണ് അല്ലേ? ഫുള്ളല്ല, പല്ലൂല് മാത്രം കാന്താ വർക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബീഡിങ് വരുന്നുണ്ട്. പിന്നെ ഉള്ളില് നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് ഇമാതിരി. നല്ല കളറാണ് കേട്ടോ.
ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വന്നിട്ട് തന്നെ കാണാട്ടോ, നല്ല രസമുണ്ട് കാണാനായി. അതെ അതെ അതെ, ഇതിന്റെ പല കോമ്പിനേഷൻസ് ഉണ്ട്. ഒത്തിരി നമുക്കത് സോൾഡ് ഔട്ട് ആയി പോയായിരുന്നു. ഇതൊക്കെ പിങ്കിൽ വരുന്ന എംബ്രോയിഡറി, അതുപോലെ ഇൻസൈഡ് വരുമ്പോഴത്തേക്കും പ്ലെയിൻ തന്നെ വിത്ത് ചെറിയ ചെറിയ ഫ്ലവേഴ്സ്. ഇതൊക്കെ നല്ല രസമുള്ള സാരീസ് ആണ്. ആൻഡ് ഓൾസോ ടിഷ്യൂല് വരുന്ന മറ്റേ ക്രോസ് സ്റ്റിച്ച് വരുന്ന ഒരു ഫോമാറ്റ് ഉണ്ട്, ഹണികോം ഡിസൈൻ വരുന്നത്. ഇവിടെ കാണിക്കാം. അതെ, ക്രോസ് സ്റ്റിച്ച് വന്നാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇൻസൈഡ് വരുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നല്ല രസമുണ്ട്. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ തന്നെ നല്ല അതിന്റെ ഫീലിംഗ് അറിയുള്ളൂ. നമ്മള് ഫോട്ടോ കൂടെ കാണുമ്പോൾ ഇതിന് കുറെ പീസസ് ഒന്നും ഇല്ല കേട്ടോ, അല്ലേ? അതെ അതെ അതെ, ഇത് ആക്ച്വലി അതിന്റെ തന്നെ മറ്റേ പിങ്ക് കാണിച്ച തന്നെ ഗോൾഡൻ യെല്ലോ കളറിലെ ക്രഷ് ടിഷ്യൂ സാരിയാണ്. ദിസ് ഈസ് റിയലി റിയലി വെരി നല്ലൊരു പീസാണ്. ഇതൊരു പീസല്ലേ ഉള്ളൂ? ഇതും ഒരു പീസേ ഉള്ളൂ. മറ്റൊരു ഞാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ. നല്ല രസമുണ്ട്, നല്ല കേട്ടോ. ഓക്കെ, സ്കാലപ്പ് എഡ്ജസ് ഒക്കെ ആയിട്ട്. നമ്മൾ ഫസ്റ്റ് കണ്ട ഏതൊക്കെയായിരുന്നു? ടസറും നമുക്ക് ആക്ച്വലി ടിഷ്യൂ സിൽക്ക് ഞാൻ കാണിച്ചായിരുന്നു, അതുപോലെ മൊഡാലിൽ കാണിച്ചായിരുന്നു. ഓക്കെ, ഇനി ഈ സെക്ഷൻ അല്ലേ? ഇതൊക്കെ എന്തൊക്കെയാടാ? ഇതൊക്കെ നമുക്ക് ആക്ച്വലി പല പല സെക്ഷൻസ് ഉണ്ട്. ഒന്ന് ലിനൻ, ഒന്ന് ടസർ, അങ്ങനെയാണെങ്കിൽ ഒന്ന് കാഞ്ചീപുരം, പിന്നെ അതേപോലെ ചന്തേരി, ബനാറസി, പല പല സെക്ഷൻസ് ഉണ്ട്. ഇത് പാർട്ടി വെയർ, ഇത് ആക്ച്വലി ഫുൾ കംപ്ലീറ്റ്ലി പാർട്ടി വെയർ ആണ്. യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റി നല്ല ഓപ്ഷൻ കുറച്ചൊന്ന് പിക്ക് ചെയ്യാം. ബ്ലാക്ക് ഒക്കെ ഒത്തിരി ഉണ്ട്. മെറ്റാലിക്സ് ആണ്, മൂവിങ് ആയിരിക്കും. അതെ അതെ അതെ, മെറ്റാലിക്സ് ആണ്. ഇത് ആക്ച്വലി നമുക്ക് സീക്വൻ വർക്ക് ആണ്. ഇപ്പം ഇട്ടേക്കുന്നത് ആക്ച്വലി ഓർഗാൻസ സിൽക്ക് ആണ്. ഇതെന്ന് പറയുമ്പോൾ ഓർഗാൻസ സിൽക്ക് കുറച്ചുകൂടി പ്രീമിയം ആണ്. ഇത് കുറച്ചുകൂടി അതിന് ലെസ് ആയിട്ട് വരും. ഇതിന്റെയൊക്കെ കുറച്ചുകൂടി അഫോർഡബിൾ ആണ്. ബഡ്ജറ്റ് നോക്കുന്നവർക്ക്. അതെ 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 അതെ, ഇത് ഫുൾ വർക്ക് ആണോ? ഫുൾ വർക്ക് ആണ്, ഫുൾ സീക്വൻസ് വർക്ക് ആണ് നമുക്ക് കൊടുത്തേക്കുന്നത്. എസ്പെഷ്യലി അട്രാക്റ്റീവ് കളേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പേസ്റ്റൽസിന്റെ ആണ് ഫുൾ. ഇതൊരു പേസ്റ്റൽ ബ്ലൂ കളർ ആണെങ്കിൽ ഇത് പേസ്റ്റൽ പിങ്ക് കളർ, അതുപോലെ തന്നെ ഒരു ഷാംപെയിൻ കളർ. നല്ല നല്ല കളേഴ്സ് ആണ്. രാത്രി കിട്ടാൻ നല്ല സാരി, സ്റ്റാർ ഓഫ് സെന്റർ ഓഫ് അട്രാക്ഷൻ. നമുക്ക് ഇത് ആക്ച്വലി വരുന്നത് നമ്മൾ ആദ്യം കണ്ടിരുന്നല്ലോ ഒരു സാരി, അതിന്റെ കുറിച്ചായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ. അതെ 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 അതെ, ഇതും സെയിം തന്നെയാണോ? ചിലർക്കൊക്കെ നല്ലോണം ഇങ്ങനെ ഭയങ്കര തിളക്കം ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അവർക്കൊക്കെ പറ്റിയ സാരിയാണ്. അതെ, നേവി ബ്ലൂ ആണ്. ഇതുപോലെ തന്നെ ജോർജറ്റിലും ഇതൊരു ഡിസൈനർ പീസ് ആണ്. ജോർജറ്റില് നമ്മൾ സീക്വൻ വർക്കും അതുപോലെ ബീഡിങ് നമ്മൾ ബീഡ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോർഡേഴ്സിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതും ഒരു യുണീക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരിയാണ്. മനസ്സിലാകത്തില്ലായിരിക്കും, ഇത് മാറ്റാണ്. ഇതൊരു വെറൈറ്റി പീസാണ്. നമുക്ക് വരുന്നത് സീക്വൻസ് ആണ്, പ്യോർ ജോർജറ്റിൽ വരുന്നതാണ്, സെമി ജോർജറ്റിലല്ല. നല്ല രസമുണ്ട്. ഇത് പല്ലു അല്ലേ? ഇതാണ് പല്ലു വരുന്നത്. സൂപ്പർ, ഇറ്റ്സ് വെരി നൈസ് കളേഴ്സ്. കളേഴ്സ് ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ പോയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ നോർമലി കൊണ്ടുവന്ന കളേഴ്സ് അല്ല ഇതൊക്കെ. ജസ്റ്റ് ഇമാജിൻ നേവി ബ്ലൂ, ഗോൾഡും അതുപോലെ ഷാംപെയിൻ സിൽവർ ഒക്കെ കൂടിയിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നേരത്തെ കാണിച്ച പോലത്തെ സാരീസിന്റെ തന്നെ ബ്ലാക്ക്. നല്ല സൂപ്പർ പാട്ടോ, നല്ല രസമുണ്ട്. ഇത് പിന്നെ ഒരു പീച്ച് ബേജ് കളറിലൊക്കെ വരുന്നത്. ഈ സെയിം കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് പറയുന്നതായിരിക്കും ബെറ്റർ, കാരണം വീഡിയോയില് സെയിം കളർ ആവുന്നില്ല. ഇത് മോവ് കളറാണ് അതൊക്കെ വരുന്നത്. ഇത് വൈറ്റ് കളർ, വൈറ്റ് നല്ല രസമുണ്ട്. ബ്ലൗസ് പീസ് ആയിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഇത് പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത്. എത്രയും ഹെവി വർക്ക് ആയ കാരണം നമ്മൾ ബ്ലൗസ് പീസ് ഇച്ചിരി പ്ലെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ ആക്ച്വലി ഇതിനൊക്കെ ഏത് ബ്ലൗസ് പീസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ തന്നെ ഒന്നും ഉപയോഗിക്കണ്ട നമുക്ക്. അതെ അതെ അതെ, പ്ലെയിൻ വൈറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്കില്ലേ ലിനന്റെ കുറച്ച് കളക്ഷൻ കൂടെ നോക്കാം കേട്ടോ. ഇത് രണ്ടും ലിനൻ അല്ലേ? ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിനൻ ആണ്. നമുക്ക് പ്രിന്റഡ് ലിനൻ ഉണ്ട്, ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ലിനൻ ഉണ്ട്. ഇത് ആദ്യം നോക്കാം. ഇത് എൻ്റെ ഒരു സിഗ്നേച്ചർ പീസാണ് ഇവിടുത്തെ ജോർജൻ വെൽസ് ഹെൽത്ത്. നമ്മളിത് ആക്ച്വലി ട്രീറ്റഡ് ലിനൻ ആണ്. നോർമൽ ലിനൻ ആണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റിഫ് ആയിരിക്കും. ഇത് വളരെ നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ്. എന്നാൽ നല്ല ഹാൻഡ് എംബ്രോയിഡറി ചെയ്തേക്കുന്നതാണ്. കാന്ത വർക്ക് ആണ് ഇത് മേളിലും വന്നേക്കുന്നത്. ഇത് പല്ലുവിൽ മാത്രമാണ് ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. ഇൻസൈഡ് വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ഹാൻഡ്. ഇത് ആക്ച്വലി ഇതിന്റെ ബ്ലൗസ് ആണ്. ഫ്രഞ്ച് നോട്ട് എംബ്രോയിഡറി വരുന്ന ബ്ലൗസ് പീസ് ആണ്. പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റ് ആയിരിക്കും ഈ സാരി. മൾട്ടിപ്പിൾ കളർ ത്രെഡ്സ്. അതുകൊണ്ട് തന്നെ ഏത് ബ്ലൗസ് പീസ് വേണമെങ്കിലും ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും.
ഇത് പ്രീമിയം ലിനൻ ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഇതിനകത്ത് ഒരു സെമി ലിനൻ ടൈപ്പും വരുന്നുണ്ട്, ബിക്കോസ് ചിലർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലുക്ക് ലൈക്ക് തന്നെ വരുന്ന ലിനനിൽ തന്നെ കാറ്റഗറിയിൽ വരുന്നതാണ് പ്രിന്റഡ് ലിനൻ. ഇതൊക്കെ അങ്ങനെ കിട്ടാനില്ലെന്ന് തോന്നുന്നു, പ്രിന്റഡ് ആയിട്ടുള്ള. അതെ അതെ അതെ, നമുക്ക് ആക്ച്വലി ഇത് വളരെ ഒതുങ്ങി കിടക്കുന്ന സാരി തന്നെയാണ് കേട്ടോ. ഞാനിപ്പോ സെമി ആയാലും പ്യോർ മാതിരി ഇരിക്കുന്ന ടൈപ്പ് മാത്രമേ എടുക്കുള്ളൂ, കാരണം വെച്ചാൽ ചുരുക്കത്തിൽ നമുക്ക് എമൗണ്ടിൽ നല്ല ഭംഗിയായിട്ട് റിച്ച് ആയിട്ട് തോന്നുന്നു. അതെ അതെ, അതിന്റെ തന്നെ ഒരു കാറ്റഗറിയാണ് നമുക്ക് ഇത് വരുന്നത്. ഇൻഡിഗോയില് വൈറ്റ് വന്നിട്ടുള്ളത് ഭയങ്കര എലീറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നമ്മുടെ ലിനൻ വരുന്നത്. ചെറിയ നമുക്ക് മനസ്സിലാവൂല, നല്ല ഇതൊക്കെ കാഷ്വൽ ഇവന്റ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. ജോബിനൊക്കെ പോകുന്നവർക്കൊക്കെ. അതെ അതെ അതെ, എവറി ഡേ യൂസിന് പറ്റിയത്. ഇത് പ്രീമിയം ലിനനിൽ വരുന്നതാണ്, നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിരുന്ന ഫാബ്രിക് ആണിത്. സാരി മാത്രമല്ല, ഫാബ്രിക് ഓരോരോ പീസല്ലേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ഇതിന്റെയൊക്കെ മൾട്ടി കളേഴ്സ് ഒക്കെ ഉണ്ട്. ചിലതിന്റെ ഒക്കെ ഒരു പീസേ ഉള്ളൂ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്കും അത് പോവും. നമ്മൾ ആ ഒരു ട്രെൻഡിനനുസരിച്ചും അതുപോലെ ആ ഒരു ഇന്നായിട്ടുള്ള സാരീസ് ആണ് നമ്മളിവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഇത് ബ്ലൗസ് പീസ് ആണ് ഈ ഫ്ലോറൽ വരുന്നത്. നല്ല ഓരോ കളക്ഷനൊക്കെ എപ്പോഴാണ് സ്റ്റോക്ക് ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി എല്ലാ ആഴ്ചയിലും സ്റ്റോക്ക് ചെയ്യും. എല്ലാ ആഴ്ചയിലും നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് ഓരോ ആഴ്ചയും മാറും. ഇന്നിപ്പോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, ഇന്ന് കിട്ടും. അത് അടുത്ത ആഴ്ച വന്നു കഴിഞ്ഞാൽ ഇല്ല, നമുക്ക് ബുക്ക് ചെയ്ത് ഇടാൻ വേണമെങ്കിൽ. പിന്നെ ഇതിന്റെ തന്നെ വേറെ കളേഴ്സ് ആണ്. ബ്ലൂ, ഇതൊക്കെ കണ്ടോ, ഇതിന്റെ പ്രിന്റ്സ് ഒക്കെ ഭയങ്കര ഭംഗിയാട്ടോ, നല്ല ഫെമിനിൻ ലുക്കാണ്. ഇവിടെ വരുമ്പോ കിളികളും പേസ്റ്റൽ കളേഴ്സ്. അതുപോലെ തന്നെ ഗ്രീൻ വരുന്നുണ്ട്, അതിന്റെ വേറെ ഷെയ്ഡാണ്. അതിന്റെ വേറെ ഷെയ്ഡാണ്. ഗ്രീൻ വരുന്നുണ്ട് വിത്ത് കിളികൾ തന്നെ. നല്ല ഫാബ്രിക് ആണ്, നല്ല. അത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ തന്നെ വരണം കേട്ടോ. നമ്മുടെ ടൈമിംഗ് എങ്ങനെയാണ്? ടൈമിംഗ് നമുക്ക് വരുന്നത് രാവിലെ 9:30 അല്ലെങ്കിൽ 10, മോസ്റ്റ്ലി 10 ഓപ്പൺ ആയിരിക്കും. ടിൽ 7:30 ആണ് നമുക്ക് വരുന്ന ടൈമിങ്സ്. മൺഡേ സാറ്റർഡേ സൺഡേസ് ആക്ച്വലി ഫെസ്റ്റിവ് സീസൺ, നമുക്ക് അത്ര തിരക്ക് വരാണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുള്ളൂ. സോ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ ഷോ യു അറ്റ് യുവർ സർവീസ് എപ്പോഴും. ഇത് ആക്ച്വലി ടിഷ്യൂല് ലിനൻ വന്നേക്കുന്നതാണ്. സോ ഇതിനകത്ത് ആക്ച്വലി ടൈപ്സ് ഓഫ് ലിനൻ ഉണ്ട്. ഇത് ടിഷ്യൂല് വർക്ക് ചെയ്തേക്കുന്നതാണ്. ലിനനില് പ്രീമിയം ഉണ്ട്, നമ്മളിപ്പോ കാണിച്ചു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ആക്ച്വലി ടിഷ്യൂ ചേർന്നിട്ടുള്ള ലിനനാണ്, കുറച്ചുകൂടി ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും ഇതൊക്കെ. അതെന്ന് പറയുമ്പോൾ ഞാൻ പ്രീമിയം ലിനൻ എടുത്ത് കാണിച്ചത്. നമുക്ക് എല്ലാ ടൈപ്പ് കാറ്റഗറിയിൽ വരുന്ന സാരീസും അവൈലബിൾ ആണ്. സോ ഇത് ആക്ച്വലി ഈ ഹോളി കമ്മ്യൂണിയൻ അതുപോലത്തെ അങ്ങനത്തെ ഒക്കെ ഇവന്റ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന വൈറ്റ് ഒക്കെ ഒത്തിരി ഉണ്ട് നമ്മുടെ കയ്യില്. കോപ്പറിൽ ടിഷ്യൂ വന്നിട്ടുള്ള ലിനൻ ഇതൊക്കെ ഉണ്ടോ, സിൽവറിലൊക്കെ നല്ല ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഓണത്തിനും ഇതുപോലെ തന്നെ ഓണത്തിനും പോവായിരിക്കും. ഇതൊക്കെ ഡിഫറെന്റ്. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഓണത്തിന് ഇപ്പൊ ഓണസാരിയൊക്കെ ഉപയോഗിക്കാറില്ല ആൾക്കാർ. അതെ അതെ, എവിടെ യുണീക്ക് ആവാം എന്നുള്ളത്. അതെ അതെ, യുണീക്ക് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറ്റഗറി ആണ്. സെയിം തന്നെയാണ് വരുന്നത്. ഇത് വൈറ്റും ഇത് ഓഫ് വൈറ്റിലാണ് വരുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ഇത് വരുന്നത് ടിഷ്യൂ വിത്ത്, ഈ നേരത്തെ കാണിച്ചതുപോലെ ടിഷ്യൂ വിത്ത് ലിനൻ വരുന്നതാണ്. ഇത് നല്ല ലിനൻ ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ എന്റെ വ്യൂവേഴ്സ്, ആണല്ലേ? അവർക്കൊക്കെ വേണ്ടിയിട്ടായിട്ട് നല്ല ത്രെഡ് വർക്ക് കൂടിയിട്ടാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിൽ പല കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി പോയി. ഇതും ബ്ലൗസ് ഒക്കെ പല കോമ്പിനേഷൻ കൊടുക്കാം. റെഡ് ഏത് ബ്ലൗസ് പീസ്, ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ് കൊടുക്കാം, ക്രീം വേണമെങ്കിൽ ക്രീം ഇടാം, ഒരു കുഴപ്പമില്ല. ഞാനല്ലേ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക. എല്ലാ സാരി എടുക്കുമ്പോൾ എല്ലാം ഒന്നിനൊന്നൊന്നും ബെറ്റർ ആണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, എല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ എന്താ തീരുമാനിച്ചെന്ന് പറയും, ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. മാക്സിമം നിങ്ങൾ ഷോപ്പിൽ വന്നിട്ട് തന്നെ വിസിറ്റ് ചെയ്യുക, കാരണം അത് നമുക്കൊരു ടച്ച് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് കണ്ടാൽ അത് മനസ്സിലാവുള്ളൂ. പിന്നെ എന്താണെന്ന് പറയുക, കുറച്ചുകൂടെ ലോങ്ങിലായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പർ കാണിക്കാം, നിങ്ങൾ അങ്ങനെ വിളിച്ചിട്ട് അപ്പോയിൻമെന്റ് എടുത്തിട്ട് അങ്ങനെയും വരാം. ഓക്കെ, അങ്ങനെയും വരിക, ഡയറക്റ്റും വരിക. ഓക്കെ, ഇനി ഞാൻ എടുക്കാം, അതായിരിക്കും ബെറ്റർ അല്ലേ? ഇതിൽ രണ്ടുപേരും എടുക്കുമോ? ഇത് നമുക്ക് ചന്തേരിയിൽ വരുന്നതാണ്, എടുക്കാം. പിന്നെ ബട്ടർ സിൽക്ക് നല്ലൊരു ഐറ്റം ആണ്, ഇപ്പോഴത്തെ ഒരു മൂവിങ് ആയിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് വരുന്നത്. പിന്നെ ഏതാണ് എടുക്കുന്നത്? നമുക്ക് മൊഡാലില് നമുക്ക് വേണമെങ്കിൽ ബാന്തിനി ആയാലോ, ബാന്തിജ് ആയാലോ. ഓക്കെ, ഇല്ലാത്ത ടൈപ്പ് ഒന്നും ഇല്ല അല്ലേ? എല്ലാത്തിൽ നിന്നും എല്ലാം ഉണ്ട്. ബ്രൈഡൽ വെയർസ് അടക്കം ഉണ്ട് നമുക്ക്. പക്ഷെ നമുക്ക് ചുരുക്കം വെറൈറ്റി മാത്രമേ നമ്മൾ വെക്കുള്ളൂ. പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ. ഇതെന്റെ ഫേവറേറ്റ് കളറിൽ ഒന്നാട്ടോ, ഗ്രീൻ അല്ലേ? ഇത് ആക്ച്വലി ബാന്ദേജ് ആണ്. ബാന്ദേജിൽ ഷിബോരി വന്നിട്ട് മൊഡാൽ സിൽക്കിൽ വന്നിട്ടാണ്. ഇത് കട്ട് ആൻഡ് പോളിഷ്ഡ് ആണ്, കസവ് ആണ് ഇതിന്റെ നമ്മുടെ പല്ലുവില് വരുന്നത്.
നല്ല കളർ കേട്ടോ, നല്ല ഡാർക്ക് ഗ്രീൻ. ഡാർക്ക് ഗ്രീൻ വിത്ത് ബാൻഡേജ്. ഇത് ഒറിജിനൽ ബാൻഡേജ് തന്നെയാണ്. അതിൽ ഷിബോരി വരുന്നുണ്ട്. ഈ ടൈഡായി പോലത്തെ പ്രിന്റിനെ പറയുന്നതാണ് ഷിബോരി. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. വെരി ബ്യൂട്ടിഫുൾ ക്രീമി ആണ് ഈ സാരിയൊക്കെ. ഭയങ്കര സുഖമാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ തന്നെ ഒരു ബ്ലഡ് റെഡ് കോംബോ, നല്ല കളർ. അതുപോലെ തന്നെ കസവ് തന്നെ വെച്ചിട്ടുള്ളതൊക്കെ. ഇതിപ്പോ ചിലര് പറയും ഇപ്പൊ നോർത്ത് ഇന്ത്യൻസ് ആണ്. നോർത്ത് ഇന്ത്യൻസ് അല്ല, ഇത് മലയാളീസ് ഒക്കെ ഒത്തിരി ഒത്തിരി കൊണ്ടുപോകുന്ന സാരിയാണ്. അതുപോലെ തന്നെ ചില്ലി റെഡ് കോമ്പിനേഷൻ. ഇതൊക്കെ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള കണ്ടോ. ഓക്കെ, ഇവിടെ നമ്മുടെ സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയെന്നറിയോ? 2000 മുതൽ എല്ലാ ടൈപ്പ് സാരീസിനും ഓരോരോ റേറ്റിന്റെ അങ്ങനത്തെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരിക. ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് EMC ഉണ്ടല്ലോ, പാലാരിവട്ടം ഹൈവേ തന്നെ വരുന്ന EMC ഹോസ്പിറ്റലിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ്. EMC എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് എറണാകുളത്തുകാർക്ക് അറിയത്തില്ലായിരിക്കും. എറണാകുളം മെഡിക്കൽ സെന്റർ കൊച്ചിനിൽ. അപ്പോൾ അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലാണ്. എന്നിട്ട് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരിക. അപ്പോയിന്റ്മെന്റ് ഇല്ലെങ്കിലും നമ്മൾ വ്യൂ ചെയ്യും. നമ്മൾ ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് യെസ് അപ്പോയിന്റ്മെന്റ് ബേസിസിൽ. പിന്നെ നമ്മൾ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. സാധനങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്ത് സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുക്കും. അതായത് എന്ത് ഡ്രസ്സാണ് ഓരോരുത്തർക്ക് ചേരുക, എന്ത് മെറ്റീരിയൽ ആണ് ഓരോരുത്തർക്ക് ചേരുക, അതുപോലെ എന്ത് ജ്വല്ലറി അതിന്റെ കൂടെ ചേരണം. അതൊക്കെ ജ്വല്ലറി ഉണ്ട്. നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ല പിങ്ക് കളർ ഷെയ്ഡൊക്കെ. അതെ അതെ അതെ, എല്ലാ സ്കിൻ ടൈപ്പിനൊക്കെ ഒത്തിരി ഉള്ള ഇതാണ്. ഇത് ബട്ടർ സിൽക്ക് ആണ്. ഇതിന്റെ ആക്ച്വലി നേരത്തെ ഞാൻ സെലക്ട് ചെയ്തതാണ് നിങ്ങള്. അത് ബട്ടർ സിൽക്കിൽ നമുക്ക് കുറച്ച് ബട്ടർ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയാണ് നല്ലൊരു കോമ്പിനേഷൻ സാരി. മാംഗോ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ അതിന്റെ ബർഗണ്ടി കളർ, അങ്ങനെ ഒത്തിരി കളേഴ്സ്. ഇതിൽ കുറെ കളർ ഓപ്ഷൻസ് ഉണ്ട്. ആണോ? ഇതിലൊക്കെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 hours ഒക്കെയാണ്. അതെ അതെ അതെ. ഇന്നിപ്പം നിങ്ങൾ യൂട്യൂബ് കണ്ട് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പെടും. പക്ഷെ അന്നല്ലെങ്കിൽ 24/7 നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ചന്തേരി സിൽക്കാണ്. നല്ലൊരു ചിലർക്ക് നല്ല ഒതുങ്ങി കിടക്കുന്ന സാരി ആട്ടോ. എല്ലാം കാണിക്കുന്ന അങ്ങനത്തെ ആണല്ലോ. അതെ, ഒരു പാസ്റ്റലി പ്രിന്റ് ആണ്. അതെ അതെ അതെ, റസ്റ്റി ബ്രിക്ക് കളർ ആണ്. ആക്ച്വലി എന്റെ ആംബിയൻസിന് പറ്റുന്ന കളറാണ്. ബ്രൗൺ കളറൊക്കെ ആയിട്ട് ട്രഡീഷണൽ ടൈപ്പ് ആണല്ലോ. ട്രഡീഷണൽ, അതെ 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 അതെ. പിന്നെ നമ്മൾക്ക് ചന്തേരിയിൽ വരുന്ന മാംഗോ ഡിസൈൻ, ഇതൊക്കെ അമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ്. ഡെയിലി വെയറിനും പറ്റും, അതുപോലെ ഫെസ്റ്റ് വെയറിനും പറ്റും. കാരണം വെച്ചാൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പീസ് ആണ്. നമുക്ക് ഇതിനകത്ത് ബീഡിങ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബോർഡേഴ്സ് ഒക്കെ ചെറിയ ബോർഡേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. പ്ലെയിൻ വിത്ത് ബോർഡർ ആണ്. പ്ലെയിൻ എന്ന് പറയുമ്പോൾ പറ്റില്ല, ഒരു ചെറിയ ഡിസൈൻ പോകുന്നുണ്ട്. സീംലെസ് ആയിട്ടാണത്. എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്. ഇനി കാണാൻ പോകുന്ന കളക്ഷൻ ഏതാണെന്നറിയോ? ബ്രൈഡ്സിനൊക്കെ വേണ്ടിയിട്ട് പറ്റുന്ന ടൈപ്പ് അല്ലേ? അതെ അതെ അതെ, ബ്രൈഡ്സിനും മദേഴ്സിനും ഒക്കെ പറ്റിയതാണ്. ആദ്യമായി തന്നെ ആക്ച്വലി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് പ്യോർ ബനാറസി ആണ്. നേരത്തെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഇതിനെ പറ്റി. ഇത് പ്യോർ ബനാറസി ആണ്. മൈസൂർ ക്രേപ്പിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഇത് ബനാറസി എന്ന് പറയുമ്പോൾ കത്താൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര വെയിറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഡ്യുവൽ ഷെയ്ഡ് ആണ് ഇതിനകത്ത് വരുന്നത്. പ്യോർ സിൽവർ മിക്സ്ഡ് ആണ് ഈ സാരി വരുന്നത്. ഇതൊരു പ്രീമിയം റേഞ്ചിലുള്ള കാറ്റഗറിയിലുള്ള സാരിയാണ്. ഇതിന്റെ പല കളർ കോമ്പിനേഷൻസ് നമുക്കുണ്ട്. പിന്നെ ഇത്രയും റേഞ്ചിലേക്ക് നിങ്ങൾക്ക് പോകണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ലുക്ക് ലൈക്ക് തന്നെ അല്ല. അപ്പൊ ഇത് ഏത് റേഞ്ച് വരും? ഇതിന്റെ നമുക്കൊരു 15,000 to 25,000 ആണ് റേഞ്ച് വരും. നല്ലോണം വർക്ക് ഉണ്ട് ഇതിനകത്ത് ആക്ച്വലി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പ്യൂർ ആയതുകൊണ്ട് പ്യൂർ. ഓക്കെ, ഇതെന്റെ സെമി ആണ് വരുന്നത്. സെമി ആകുമ്പോൾ എത്രയാണ് വരുന്നത്? സെമി ഒക്കെ നമുക്ക് റേഞ്ച് വരുന്നത് 3,000, 4,000, 5,000 അത്രയും വരുന്നുള്ളൂ. ഓക്കെ, ഇത് ആക്ച്വലി ലുക്ക് ലൈക്ക് തന്നെയാണ് സെയിം വരുന്നത്. ഇപ്പൊ ഏതൊരു ബഡ്ജറ്റിൽ വന്നാലും നമുക്ക് അതിനുള്ള സാരീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലെ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിംഗ് റേഞ്ച് സാരീസ് വരുന്നത് നമുക്ക് 2000 മുതലുള്ള എല്ലാം ഉണ്ട്. അപ്പൊ പ്രീമിയം ആ ഒരു സെക്ഷൻ അല്ല, സെമി ആകുമ്പോഴും ഒറിജിനൽ ആകുമ്പോഴും ആ ഒരു ഡിഫറൻസ് വരും. പക്ഷെ ഒരേപോലെ തന്നെ ഇരിക്കും. അതെ അതെ അതെ, സെമിയാ വരിക. ഇതാ സെമിയാ വരിക. ഇത് പ്യോർ ആണ് വരുന്നത്. ഇത് സെമിയിൽ തന്നെ പല കളർ കോമ്പിനേഷൻസിലൊക്കെ നമുക്ക് ബനാറസീസ് അവൈലബിൾ ആണ്. ഇത് ബനാറസി ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഒരു ബ്ലൂ കളർ ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ വരുന്നത്. പിന്നെ നമുക്ക് ഒത്തിരി കാഞ്ചീവരം വരുന്നുണ്ട്. പ്യോർ കാഞ്ചീവരം ടിഷ്യൂസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും.
അത് ആക്ച്വലി സെലക്ടഡ് കളേഴ്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇത് കോഫി ബ്രൗണിൽ ചെയ്തെടുത്തേക്കുന്നതാണ്. സരി വന്നിട്ട് ഇത് പ്യോർ കാഞ്ചീവരം ആണ്. കാഞ്ചീവരം നമുക്ക് നല്ലോണം വരുന്നത് ഒരു 10,000 to 15,000 റേഞ്ചിലുള്ളതാണ്. വലിയ ഷോപ്സിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ 25,000 ആവും. അങ്ങനെ വരുന്നത്. ഇതിന്റെ നല്ല മോണോട്ടണസ് ആയിട്ടുള്ള സിംഗിൾ കളർ ആയിട്ടുള്ള സാരീസും ഉണ്ട്. ഇത് കണ്ടോ, മിന്റ് ഗ്രീൻ കളറാണ് ഇതിനകത്ത് വരുന്നത്. സിൽവർ സറിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അതുകൊണ്ട് സിൽവർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷൻ. ബ്ലൗസ് ബ്രൈഡ്സിനൊക്കെ ആകുമ്പോൾ നല്ല വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ്. ചിലവരെന്ന് പറയുമ്പോൾ ഒട്ടും വർക്ക് ഉപയോഗിക്കില്ല. ടൈം എടുക്കുന്നത് നമുക്ക് ടൈം വരുന്നത് മിനിമം 1 month വേണം ബ്രൈഡ്സിന്റെ ആവുമ്പോഴത്തേക്കും. ബിക്കോസ് വി ഹാവ് ടു, അവര് റെഫറൻസ് പിക്ചർ അതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടൈലറിംഗ് യൂണിറ്റ് ഉണ്ട് കേട്ടോ. ഇത് കോസ സിൽക്ക് എന്നാ പറയുന്നത്. എസ്പെഷ്യലി ബ്രൈഡ്സിന്റെ സെക്കൻഡ് സാരി ഒക്കെ ക്രിസ്ത്യൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇത് ആക്ച്വലി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. പ്യോർ സിൽക്ക് ആണ്, കോസ സിൽക്ക് ആണ് ആക്ച്വലി വരുന്നത്. ആൻഡ് ഇതിന്റെ പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഇത് ബോൾഡ് കളർ ചാർട്ട്സിലും ഉണ്ട്, അതുപോലെ പേസ്റ്റൽസിലും. നമുക്ക് ഇതിന്റെ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, അതുപോലെ ലാവൻഡർ ഉണ്ട്, ലൈലാക്ക് ഉണ്ട്. പല പല കളർ കോമ്പിനേഷൻസിലും ആ റാക്കിൽ നമുക്ക് പല കളർ കോമ്പിനേഷൻസ് ഉണ്ട്. ഉണ്ട്. ഇപ്പൊ ഇത് ആക്ച്വലി ന്യൂ സ്റ്റോക്ക് വന്നേക്കുന്ന ഒരു സാരിയാണ്. ഇത് പേസ്റ്റൽ ക്ലൗഡ് ബ്ലൂ കളർ ഒക്കെ ഉണ്ട്. നല്ല കളർ. ഇത് ആക്ച്വലി വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ. എഫേർട്ട്ലെസ്ലി മദേഴ്സിനൊക്കെ ഡ്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എസ്പെഷ്യലി കല്യാണമൊക്കെ വരുമ്പോഴത്തേക്കും ഓടിച്ചാടിയൊക്കെ നടക്കേണ്ടതാണ്. നന്നായിട്ട് ഒതുക്കി കൊടുക്കുകയാണെങ്കിലും അതും ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന സാരിയാണ്. അധികം പ്രൈസ് റേഞ്ച് ഇല്ല കേട്ടോ. ഇത് under 10 ആണ് വരുന്നത്. ഇനി ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലെ കളക്ഷൻ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് അടുത്തൊരു പ്രീമിയം സെക്ഷൻ നമുക്ക് കാണാം. ഞാൻ ഫസ്റ്റിൽ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ഇതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇത് ക്രഷ്ഡ് ടിഷ്യൂല് വരുന്നതാണ്, നമ്മുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതാണ്. ആക്ച്വലി ഇതുണ്ടല്ലോ ശരിക്കും കുറേ തപ്പിയിടാ ഞാൻ ഇത് വാങ്ങാനായിട്ടാണല്ലേ, കിട്ടിയില്ല. ഇതൊക്കെ സെമിയില് വരുന്നുണ്ട്, പക്ഷെ നമ്മളിപ്പോ പ്രീമിയം ആണ് ഇവിടെ വെച്ചേക്കുന്നത്. ബിക്കോസ് ആ ഫീൽ ഓഫ് ദാറ്റ് സാരി വരുന്നത് പ്രീമിയമിലാണ് വരുന്നത്. എന്നറിയോ, മറ്റേ സെലിബ്രിറ്റീസിന്റെ മറ്റേ ബോളിവുഡിൽ ഞാൻ കണ്ടിരുന്നു. കിട്ടിയില്ല എനിക്കിത്. കുറെ കളേഴ്സിലുണ്ട് കേട്ടോ. മോവ് കളറിലുണ്ട്, അതുപോലെ ടീൽ കളറിലുണ്ട്, റോസ് കളറിലുണ്ട്. ഇതൊക്കെ ഒത്തിരി വന്നേരും നമ്മുടെ കിട്ടാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളക്ഷനാണ്, നല്ല സാരിയാ വരാം. ഇത് ഒറിജിനൽ ആണെന്നല്ലേ പറഞ്ഞത്? ഇത് ഒറിജിനൽ ആണ്, പ്യോർ ക്രഷ്ഡ് ടിഷ്യൂ ആണ്. പിന്നെ ഏതാടാ നമുക്ക് ആക്ച്വലി ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ടിഷ്യൂ, അതുപോലെ തന്നെ ഈ പൈസ കുറവിന് നമുക്ക് ഫംഗ്ഷൻസിൽ കൊടുക്കാൻ പറ്റുന്ന സാരീസ് ആണ് ഈ വരുന്നത്. ഐവറി സിൽക്ക് എന്നാ പറയുന്നത്. ഐവറി സിൽക്കിൽ നമുക്ക് ഇപ്പൊ ഈ ബനാറസി വീവിംഗ് പോലത്തെ വീവിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഫംഗ്ഷൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. അത് അത്ര പൈസ നമുക്ക് ചെലവാക്കാണ്ട് തന്നെ പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും. കുറച്ചുകൂടെ ബഡ്ജറ്റ് നോക്കുന്നവർക്ക്, അതെ, കുറച്ചുകൂടി ബഡ്ജറ്റ് നോക്കുന്നവർക്ക്. എന്നാൽ ലുക്ക് വൈസ് പ്രീമിയം ആയിരിക്കും, ലുക്ക് വൈസ് പ്രീമിയം ആയിരിക്കണം. അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇഷ്ടം പോലെ കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ വന്ന സാരി ഉള്ളൂ ആക്ച്വലി, ഒരു ജസ്റ്റ് ഒരു 2 to 3 days ആയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് കളേഴ്സ് ഒക്കെ ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ സെക്ഷൻ വരുന്നത് ഇതുപോലെ തന്നെ ചന്തേരിയിൽ വരുന്ന കുറെ പീസസ് ഉണ്ട്. നമുക്ക് ഡെയിലി വെയർസിൽ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ചന്തേരിയിൽ ഇതൊക്കെ ഡെയിലി വെയർ ആണ്. കോട്ടൺ ചന്തേരിയിലാണ് ഇതിന് വരുന്നത്. ഇല്ല, ഇത് ആക്ച്വലി ബട്ടർ സിൽക്ക് ആണ്, നമ്മൾ അന്ന് നേരത്തെ കണ്ട പോലെ തന്നെ. ഇതൊക്കെ എല്ലാ ദിവസവും ഡെയിലി വെയറിന് പറ്റുന്ന സാരീസ് ആണ്. അതുപോലെ പല ഇതിപ്പോ ചന്തേരിയിൽ വരുന്നതാണ്. ഇത് കോട്ടൺ ചന്തേരി, ഇത് പ്യോർ ചന്തേരിയിൽ വരുന്നതാണ്. പല ഇതിന്റെ വെറൈറ്റീസ് ഒക്കെ നമുക്ക് എല്ലാം വിത്ത് ബ്ലൗസ് തന്നെയാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഇതിന്റെ ഈ ഒരു സെക്ഷന്റെ മെയിൻ സ്പെഷ്യാലിറ്റി, ഇതിന്റെ ഞങ്ങൾക്ക് കുറെ മൈസൂർ സിൽക്ക് സാരീസ് ഉണ്ട്. നമുക്ക് മൈസൂരിൽ പോയി എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ കൊച്ചിയിൽ വന്നിട്ട് തന്നെ കുറെ മൈസൂർ കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. പിന്നെ ഇതൊരു ധർമാവരം പട്ടാണ് ആക്ച്വലി, പട്ടുനൂൽ പുഴുന്ന് ഉണ്ടാക്കിയേക്കുന്നതാണ് ആക്ച്വലി. ഇതിന്റെ ഓഫ് വൈറ്റ് കളർ ഒക്കെ സോൾഡ് ഔട്ട് ആയി പോയി. ഇത് ആക്ച്വലി ബ്രൈഡൽ വെയറും കൂടി കൂടിയിട്ടാണ് പ്രീമിയമില് പെട്ടേക്കുന്നതാണ്. എഫേർട്ട്ലെസ് ആണ്, നമ്മൾ മൾബറി വേംസിൽ നിന്ന് ഉണ്ടാക്കിയേക്കുന്ന തന്നെയാണ്. ആൻഡ് ഓൾസോ ഇതിന്റെ പല മൈസൂർ സിൽക്ക് സാരി ആയിക്കോട്ടെ, പല കണ്ടോ, ഇതൊക്കെ മൈസൂർ സിൽക്ക് സാരിയാണ്. 130 grams വരുന്ന മൈസൂർ സിൽക്ക് സാരിയാണ്. ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ളത് കൊണ്ട് എല്ലാം യുണീക്ക് ആയിട്ടുള്ള എല്ലാം കളക്ഷനാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ. ഞാൻ ഇവിടെ ധർമാവരം പട്ടെന്ന് പറയുന്നത് അല്ലേ. ഇതിന് കുറെ കളേഴ്സ് ഉണ്ടായിരുന്നു, നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു, അത് പോയി. കാരണം വെച്ചാൽ ഇത് ഭയങ്കര റെയർ ആ കിട്ടാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി കൊച്ചിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഇത്ര കളേഴ്സ് ഒന്നും കിട്ടാറില്ല.
ഇത് മൈസൂർ സിൽക്ക് സാരിയാണ്, പ്യോർ മൈസൂർ സിൽക്ക് സാരിയാണ്. ഇതില് കോമ്പിനേഷൻസ് ഒത്തിരി നല്ല കോമ്പിനേഷൻ, കുറെ കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ മൈസൂർ സിൽക്ക് സാരിയാണ്. നല്ല കോമ്പിനേഷനാണ്. ബ്രൈഡ്സിനും മദേഴ്സിനും ഒക്കെ പറ്റിയ സാരിയാണ്. അപ്പൊ ഇനി നമ്മള് ഇവിടത്തെ കൂടുതൽ ഇനി കാണിക്കുന്നില്ല, ഇനി എല്ലാരും വന്ന് വിസിറ്റ് ചെയ്യട്ടെ അല്ലേ? അതെ അതെ അതെ, വന്ന് കണ്ടാലാണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള കളേഴ്സും അതുപോലെ എത്ര പ്രീമിയം ആണ്. നമ്മൾ സെമി വരുന്നതല്ലേ പ്രീമിയം ഫീലിംഗ് ആണ്, അതൊക്കെ നേരിട്ട് തന്നെ കാണണം ശരിക്കും. പിന്നെ ഇവിടെ കുറച്ച് ഓർണമെന്റ്സും കൂടെ ഉണ്ട്, ഞാൻ അതുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ജ്വല്ലറീസും കൂടെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് വരുമ്പോൾ സ്റ്റൈലിംഗ് കൂടെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അതെ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമുക്ക് സ്റ്റൈലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാരീസ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ കളക്ഷൻസ് ഒക്കെയാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് പല പേൾസിലുണ്ട്. അതുപോലെ ഇതൊക്കെ ആക്ച്വലി 1 gram ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി ആണ്. ഇത് ഗോൾഡ് അല്ല, പക്ഷെ തന്നെ ഗോൾഡ് പോലത്തെ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇനി വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം, പിന്നെ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഷോപ്പിൻ്റെ പേര് കണ്ടല്ലോ, ജോർജ് ആൻഡ് എൽസ എന്നാണ്. നമ്മുടെ കൊച്ചിയിലാണ്. കൊച്ചിയിൽ നമ്മുടെ EMC ഹോസ്പിറ്റലുണ്ട്, എറണാകുളം മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ തൊട്ട് ഓപ്പോസിറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരിക കേട്ടോ. ടൈമിംഗ് എങ്ങനെയായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ? ടൈമിംഗ് നമുക്ക് വരുന്നത് 9:45 തൊട്ട് ഒരു 7:30 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ച കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുകൂടാതെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത്. എല്ലാം ഹാൻഡ് പിക്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. എല്ലാം നല്ല കളക്ഷനാണ്. പിന്നെ ഇനി ഇൻസ്റ്റ ത്രൂ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റയിലായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവുക. ഇൻസ്റ്റഗ്രാമിൽ നമ്മളിപ്പം വീഡിയോസ് നമ്മൾ പുതിയ കളക്ഷന്റെ എല്ലാ ആഴ്ചയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അത് പെട്ടെന്ന് ആക്ച്വലി സോൾഡ് ഔട്ട് ആയി പോകും. നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതൊക്കെ എപ്പോഴാണ് പറഞ്ഞത്? സ്റ്റോക്ക് ചെയ്യുന്നത് എല്ലാ ആഴ്ചയിലും എല്ലാ സാറ്റർഡേയ്സും നമുക്ക് സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.